ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ഗുരുവായൂരപ്പനെ തൊഴുത ഗവർണർ കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തി. ദേവസ്വം ചെയർമാൻ വി.കെ. വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ എന്നിവർ പൊന്നാട അണിയിച്ച് ഗവർണറെ സ്വീകരിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഗവർണർ മടങ്ങി. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ സർക്കാർ നടത്തുന്ന പരാതി പരിഹാര അദാലത്തിൽ താമരശ്ശേരിയിൽ പരിഗണനയ്ക്ക് എത്തിയത് 800-ൽ പരം പരാതികൾ. 12 വകുപ്പുകളുമായി ബന്ധപ്പെട്ട 298 പരാതികളാണ് പരിഗണിക്കപ്പെടുന്നത്. ഇതിൽ 156 പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചു. ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന അപേക്ഷകൾക്കും പരാതികൾക്കും പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരാതി പരിഹാര അദാലത്തിന്റെ കോഴിക്കോട് ജില്ലയിലെ 2ാമത്തെ അദാലത്താണ് താമരശ്ശേരിയിൽ നടന്നത്. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ നടത്തിയ അദാലത്തിലേക്ക് നേരത്തെ 600 പരാതികളാണ് ലഭിച്ചത്. കൂടാതെ 220 പരാതികൾ അദാലത്തിൽ നേരിട്ട് ലഭിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്, തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. ജില്ലാ കളക്ടർ പി. ഗീതയുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു. താമരശ്ശേരി കാരാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന അദാലത്തിൽ 298 പരാതികളാണ് പരിഗണനയ്ക്കെടുത്തത്. ഇതിൽ 156 പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചു. 302 പരാതികൾ വിവിധ വകുപ്പുകളിലേക്ക് പരിഹാരത്തിനായി അയച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടൽ പ്രശംസനീയമാണെന്ന് അദാലത്തിന് ശേഷം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഓൺലൈനിൽ 600 പരാതികളാണ് ലഭിച്ചത്. അദാലത്തിൽ നേരിട്ട് ആളുകൾ വന്ന് പരാതി തന്നിട്ടുണ്ട്. 220 പരാതി അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ 820 പരാതി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വലിയൊരു ശതമാനം തീർപ്പ് കൽപ്പിച്ചു. മറ്റുള്ളവ ഫോളോ അപ്പ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിന് ജില്ലാ ഭരണകൂടം പ്രത്യേക താൽപര്യമെടുത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇടപെടുന്നുണ്ട്. വർഷങ്ങളായി വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ പലർക്കും അദാലത്ത് ആശ്വാസമായി. നമുക്ക് മെയ് മാസത്തിൽ തന്നെ പട്ടയം കൊടുക്കാനുള്ള നടപടി എടുക്കാം കേട്ടാ. ഞാൻ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. വനിതാ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എം.എൽ.എമാരായ ലിൻഡോ ജോസഫ്, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് എന്നിവരും മറ്റു ജനപ്രതിനിധികളും അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 താമരശ്ശേരി.